വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. തിരുവെഴുത്തുകൾ നാം വായിക്കുമ്പോൾ, തിരുവചനം നാം കേൾക്കുമ്പോൾ, ജീവൻ്റെ വചനം നാം അനുഷ്ഠിക്കുമ്പോൾ അനന്തമായ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു, നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. നമ്മുടെ നീറിപ്പുകയുന്ന ഹൃദയങ്ങൾക്ക് ശാന്തിയും സ്വസ്ഥതയും ലഭിക്കുന്നു. അനേക ജീവിതങ്ങളും ഇന്ന് വലഞ്ഞു കഴിയുകയല്ലേ. ടെൻഷൻ, ഫ്രസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ നാം ധാരാളം കേൾക്കുന്നുണ്ട്. നമ്മിൽ പലരുടെയും ജീവിതം നൈരാശ്യം പുരണ്ടതും ദുഃഖഭൂയിഷ്ടവുമായി ഇന്ന് ദുരിതപൂരിതമായി അലഞ്ഞു വലഞ്ഞു കഴിയുകയാണ്. പലരുടെയും ജീവിതത്തിൽ താങ്ങാനാവാത്ത കെടുതികളും ദുരിതങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്പുറ്റ അനുഭവങ്ങൾ, കയ്പേറിയതാണ് ജീവിതം. കയ്പ് ജീവിതത്തിൽ അല്പം പോലും ആശ്വാസമില്ലാതെ മനസ്സ് ഉഴന്നും വലഞ്ഞും കഴിയുന്ന ബഹുജനങ്ങൾ. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വോൾക്കാനോ. ഓരോ മനുഷ്യനും അഗ്നിപർവ്വതമാണ്. പക്ഷേ ഈ അഗ്നിപർവ്വതം സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതമാണ്. എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് വോൾക്കാനോ. അകത്ത് ലാവ തിളച്ച് മറിയുകയാണ്. പുറമേ ശാന്തമാണ്, പുറമേ കുഴപ്പമൊന്നും കാണുന്നില്ല, പുറമേ ഒച്ചപ്പാടില്ല, ബഹളമില്ല, അങ്കലാപ്പില്ല, പരിഭ്രാന്തിയുമില്ല. എന്നാൽ അകം തിളച്ച് മറിയുന്നു. ലോഹങ്ങളും ധാതുക്കളും ലവണങ്ങളും എല്ലാം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവ. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഭാഗത്ത് അല്പം ബലക്ഷയം സംഭവിക്കുമ്പോൾ ആ പർവ്വതത്തിൻ്റെ ഉപരിതലം പൊട്ടിച്ചുകൊണ്ട് ലാവ ബഹിർഗമിക്കുന്നു. ശക്തമായ പ്രവാഹം, അത്യുഷ്ണമായ ഭീകരമായ ലാവയുടെ പ്രവാഹത്തിൽ ചുറ്റുപാടുമുള്ള നഗരങ്ങൾ ചാമ്പലായിത്തീരുന്നു. എല്ലാം കത്തി അമർന്നു പോകുന്നു. ഇതുപോലെ മനുഷ്യഹൃദയം ഇന്ന് ലാവ പോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പുറമേ പ്രശ്നങ്ങൾ കാണുന്നില്ല, പുറമേ പ്രയാസങ്ങൾ അറിയുന്നില്ല, മറ്റുള്ളവർക്ക് തോന്നുകയുമില്ല. അതിഥികൾ വീട്ടിൽ വരും,
നാം അതിഥികളെ സൽക്കരിക്കും, അവരോട് സ്നേഹമായി പെരുമാറും. പുഞ്ചിരിയുണ്ട്, ചിരിയുണ്ട്, ആർപ്പുണ്ട്, ആഘോഷമുണ്ട്, സതിരുണ്ട്, വിരുന്നുണ്ട്. എന്നാൽ ഹൃദയം പുകയുകയാണ്. പരസ്പരമുള്ളതായ നീരസങ്ങൾ, പരസ്പരമുള്ളതായ വൈരുദ്ധ്യങ്ങൾ, കലഹങ്ങൾ, വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, ഒരിക്കലും ചേരാത്ത ഇണങ്ങാത്ത പ്രകൃതങ്ങൾ. കുടുംബം അസ്വസ്ഥമാണ്, നൈരാശ്യത്തിൽ ആണ്ടുപോയിരിക്കുകയാണ്, നിരാശയിൽ മുങ്ങിത്താഴുകയാണ്. കൈപ്പേറിയ അനുഭവങ്ങൾ. ഞാൻ ഓർക്കുന്നു, 1871 അമേരിക്കയിൽ ഷിക്കാഗോയിൽ വലിയ ഒരു അഗ്നിബാധയുണ്ടായത്. സ്പാട്ട്ഫോർഡ് എന്ന പേരിലറിയപ്പെടുന്ന വളരെ വിസ്തൃതനായ ഒരു അറ്റോർണി ഉണ്ടായിരുന്നു അവിടെ. സ്പാഫോർഡിൻ്റെ അനേകം കൃഷി സ്ഥലങ്ങൾ എല്ലാം വെന്തടിഞ്ഞു. ഭയങ്കരമായ ഒരു അഗ്നിബാധയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങൾ എല്ലാം കത്തിച്ചാമ്പലായി. പെട്ടെന്നൊരൊറ്റ രാത്രി കൊണ്ടാണ് ഈ ഭയങ്കരമായ അഗ്നിബാധ ഷിക്കാഗോയെ നശിപ്പിച്ചത്. ഏതാണ്ട് ഭീകരമായ അനുഭവത്തിലേക്ക് ആ നഗരം നിവധിച്ചു പോകുകയായിരുന്നു. സ്പാഫോർഡ് അടിക്കടി ദുരിതങ്ങൾ നേരിടേണ്ടി വന്നതായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കാണിക്കുന്നു. സ്പാഫോർഡിന് അദ്ദേഹത്തിന് ഏകമകൻ നഷ്ടമായി. മകൻ മരിച്ചു. അഗ്നിബാധ മൂലം കെട്ടിടങ്ങൾ നശിച്ചു, കൃഷിസ്ഥലങ്ങൾ നശിച്ചു, തോട്ടങ്ങൾ നശിച്ചു. വലിയൊരു നഷ്ടം അദ്ദേഹത്തിനുണ്ടായി. സ്പാഫോർഡ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 4 പെൺമക്കളെയും യൂറോപ്പിൽ ഒരവധിക്കാലം ചെലവഴിച്ച് അല്പം ശാന്തത വരാനായി പറഞ്ഞയച്ചു. കപ്പലിൽ അവർ യൂറോപ്പിലേക്ക് പോകുമ്പോൾ സ്പാഫോർഡ് പല ജോലി തിരക്കുകളിൽ ആമഗ്നനായി ഷിക്കാഗോയിൽ തന്നെ താമസിച്ചു. ആ കപ്പൽ അറ്റ്ലാന്റിക്കിൻ്റെ മധ്യത്തിൽ കൂടി പോകുമ്പോൾ വേറൊരു കപ്പലുമായി കൂട്ടിയിടിച്ചു. ഭയങ്കരമായൊരു അപകടമായിരുന്നു. കപ്പൽ മുങ്ങിപ്പോയി. പെൺമക്കൾ 4 പേരും കടലിൽ താണു. എന്നാൽ ഭാര്യ ജീവിച്ചു. ഭാര്യ അദ്ദേഹത്തിന് കമ്പിയടിച്ചു. സേവ്ഡ് എലോൺ, സേവ്ഡ് എലോൺ, ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്ന്, ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്ന്. സ്പാഫോർഡ് ഏങ്ങലടിച്ചുകൊണ്ട് കടൽ തീരത്തേക്ക് ബന്ധപ്പെട്ട് ചെന്നു. അടുത്ത കപ്പലിൽ അദ്ദേഹം ഭാര്യയുമായി കൂടിച്ചേരാൻ ബന്ധപ്പെട്ട് യാത്ര തുടങ്ങി. മക്കൾ മുങ്ങി മരിച്ചിടത്ത് അദ്ദേഹത്തിൻ്റെ കപ്പലെത്തി. കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം താഴോട്ട് നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു ഗാനം പാടി. വിസ്തൃതമായ ഗാനത്തിൻ്റെ മലയാള പരിഭാഷയുണ്ട്. എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി മാത്രം ദൈവം ചെയ്യുന്നു, എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുന്നുവെന്ന്, ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല എന്ന്. സ്നേഹിതരെ, അടിക്കടി ആപത്തുകൾ നേരിട്ടവർ ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ദുരിതം നിറഞ്ഞ ജീവിതം നയിക്കുന്നവർ, തുടർച്ചയായി കഷ്ടങ്ങൾ നേരിട്ടവർ, നഷ്ടങ്ങൾ നേരിട്ടവർ, ആകുലങ്ങളിൽ കൂടി കടന്നുപോയവർ, ദുരിതപൂരിതമായ ജീവിതത്തിൻ്റെ യാതനകളേറ്റ് പിടഞ്ഞവർ, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് വലഞ്ഞവർ, അങ്ങനെ അനേകരെ ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. എന്നാൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കഠിനമായ കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കയ്പിനെ മധുരമാക്കി തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു നേട്ടമാണ്, അതൊരു മഹാഭാഗ്യമാണ്. കൈപ്പുറ്റ ജീവിതത്തെ മധുരമാക്കി തരുന്ന ക്രിസ്തു, മാറായെ മധുരമാക്കുന്ന ക്രിസ്തു, യേശുക്രിസ്തു ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം മധുരതരമാക്കി തീർത്തു തരട്ടെ. നിങ്ങൾക്ക് കർത്താവ് ആശ്വാസവും ശാന്തിയും സ്വസ്ഥതയും തരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസത്തിന് തേൻതുള്ളികൾ കർത്താവ് പൊഴിച്ചു തരട്ടെ. വചനത്തിൻ്റെ ഓരോ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി നിങ്ങളെ തൊടുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. വേദപുസ്തകത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് ഇയ്യോബ് എന്ന വളരെ വിസ്തൃതനായൊരു കഥാപാത്രമാണ്.
വേദപുസ്തകത്തിലുള്ള ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബ് പൂർവ്വ ദിഗ്വാസികളിലൊക്കെയും പ്രസിദ്ധനായ ഒരാളായിരുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൂർവ്വ ദിഗ്വാസികളിലൊക്കെയും പ്രശസ്തനായിരുന്നു എന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളെ ഓർത്ത് ഏങ്ങലടിക്കുന്നത് നമുക്ക് കേൾക്കാം. 9-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല, കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു. യോബ് പറയുകയാണ്, എനിക്ക് ശ്വാസം കഴിക്കാൻ പോലും ഒരു വിശ്രമമില്ല. എൻ്റെ ഹൃദയം കയ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വയറ് കയ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ഉള്ളം കയ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല, കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു. കയ്പേറിയ അനുഭവങ്ങൾ. ഇയ്യോബിൻ്റെ ജീവിതം വാസ്തവത്തിൽ ദൈവത്തിന് ഹിതകരമായൊരു ജീവിതം തന്നെയായിരുന്നു. ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിനെക്കുറിച്ച് ദൈവം നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട്. അത് 1-ാം അധ്യായത്തിലാണ്. ഇയ്യോബിനെക്കുറിച്ച് ദൈവം പറയുന്നത് 1-ാം അധ്യായം 1-ാം വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. 4 കാര്യമാണ് ഇയ്യോബിനെക്കുറിച്ച് പറയുന്നത്. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, ഇയ്യോബ് നേരുള്ളവനായിരുന്നു, ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, ഇയ്യോബ് ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. എന്തൊരു അനുഗ്രഹീതമായ സാക്ഷ്യമാണത്. ദോഷം വിട്ട് അകലുന്നവൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതം ഒരു സമയത്ത് വളരെ സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെ വിളനിലമായിരുന്നു. ഇയ്യോബിന് 10 മക്കളുണ്ടായിരുന്നു, 7 ആൺമക്കളും 3 പെൺമക്കളും. സകല പൂർവ്വ ദിഗ്വാസികളിലും ഇയ്യോബ് സമ്പന്നനായിരുന്നു. ഇയ്യോബിന് ഉണ്ടായിരുന്ന സമ്പത്തിനെക്കുറിച്ച് 3-ാം അധ്യായം പറയുന്നുണ്ട്. അവന് 7000 ആടും 7000 ആടും 3000 ഒട്ടകവും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 കാളയും 500 പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ, സർവ്വവിധത്തിലും അനുഗ്രഹീതനായി തീർന്നപ്പോൾ ഇയ്യോബിൽ സാത്താന് അസൂയുണ്ടായി. എക്കാലത്തും അങ്ങനെയാണ്. പിശാചിന് എക്കാലത്തും ദൈവഭക്തന്മാരോട് അസൂയയാണ്. ദൈവം സ്നേഹിക്കുകയും ദൈവം ഓമനിക്കുകയും ദൈവം താലോലിക്കുകയും ദൈവം കൈവെള്ളയിൽ താലോലിച്ച് വളർത്തുകയും ചെയ്യുന്ന തൻ്റെ പ്രിയ ജനത്തോട് പിശാചിനെന്നും അസൂയയാണ്. അസൂയാലുവായ സാത്താൻ ഇയ്യോബിനെതിരെ ദൈവസന്നിധിയിൽ ചെല്ലുകയാണ്. ഇയ്യോബിന് വിരോധമായി സംസാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് സാത്താൻ ഇയ്യോബിന് അനർത്ഥം സഞ്ചരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെന്നുവെന്നാണ്. 7-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നാണ് സാത്താൻ പറയുന്നത്. എന്തിനാണ് സാത്താൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നത്? ദൈവഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ. അത് അടുത്ത വാക്യത്തിൽ കാണാം. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. എന്നുമ്പരാൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കൻ ആരുമില്ല, അവനെപ്പോലെ ദോഷം വിട്ടകലുന്നവൻ ആരുമില്ല, അവനെപ്പോലെ നേരുള്ളവനാരുമില്ല. അങ്ങനെയുള്ള എൻ്റെ ഭക്തനായ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. 9-ാം വാക്യം. അതിനെ സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? ദൈവഭക്തനായിരിക്കുന്നതിന് തക്ക കാരണമുണ്ട്. വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നോക്കൂ, സാത്താൻ അപവാദിയായി നിന്നുകൊണ്ട് കുറ്റം പറയുകയാണ്. ഇയ്യോബിനെതിരെ ദൈവത്തോട് സാത്താൻ സംസാരിക്കുകയാണ്.
അവന് ചുറ്റും നീ വേലി കെട്ടിയിരിക്കുകയാണ്. ദൈവം പ്രത്യേകിച്ച് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. ദൈവം പ്രത്യേകിച്ച് ഇയ്യോബിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവന് മൃഗസമ്പത്തുണ്ട്, അവന് ധാരാളം നിലം പുരയിടങ്ങളുണ്ട്, അവന് മക്കളുണ്ട്. എല്ലാ വിധത്തിലും അവൻ സർവ്വ സന്തോഷത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് ദൈവം അവനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവൻ ദൈവഭക്തനായിരിക്കുന്നത് എന്നാണ് ഇയ്യോബിനെതിരെ സാത്താൻ സാക്ഷിക്കുന്നത്. വായിക്കാം. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ ഇയ്യോബിൻ്റെ പേരിൽ കുറ്റം ചുമത്തിക്കൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. അവന് ഒരു നഷ്ടം വരട്ടെ, അവനൊരു കഷ്ടം വരട്ടെ, അവന് ദുരിതം വരട്ടെ, അപ്പോൾ കാണാം അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും, അവൻ്റെ ഭക്തിയെല്ലാം അവൻ വിട്ടുകളയും എന്ന് സാത്താൻ പറയുകയാണ്. ദൈവം തമ്പുരാൻ അതിന് സാത്താനെ അനുവദിച്ചു. സാത്താൻ്റെ വെല്ലുവിളി ദൈവം ഏറ്റെടുത്തു. സഹോദരങ്ങളെ, കൈപ്പേറിയ അനുഭവങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ഇതെല്ലാം നമുക്ക് വരുത്തുന്നത് പൈശാചികനാണ്. സാത്താനാണ് അത് വരുത്തുന്നത്. നമുക്ക് വരുന്നതായ ദുരിതങ്ങൾ, നമുക്ക് വരുന്നതായ രോഗങ്ങൾ, നമുക്ക് വരുന്നതായ ആപത്തുകൾ, നമുക്ക് വരുന്നതായ അത്യാഹിതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം വിപത്തുകൾ എല്ലാം ദുഷ്ടനായ പൈശാചികൻ, അസൂയാലുവായ സാത്താൻ നമുക്കെതിരെ തൊടുത്തുവിടുന്ന ശരങ്ങളാണ്. നമ്മെ വേദനിപ്പിക്കുന്നു, നമ്മെ മുറിപ്പെടുത്തുന്നു, നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്നു. എല്ലാം സാത്താൻ്റെ തന്ത്രങ്ങളാണ്, പിശാചിൻ്റെ ചെയ്തികളാണ്. അവൻ ദൈവത്തെ വെല്ലുവിളിച്ചു, ദൈവം അതിന് സമ്മതിച്ചു. അതാണ് അടുത്ത വാക്യം. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നെന്ന് ദൈവം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ദൈവദാസന് വേണ്ടി ദൈവം വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഇയ്യോബ് തൻ്റെ പക്ഷത്ത് നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. ഇയ്യോബ് ദൈവത്തെ ത്യജിച്ച് പറയുകയില്ല എന്ന് ദൈവത്തിനറിയാം. ഇയ്യോബ് ദൈവഭക്തനായിരിക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അത് ഏറ്റെടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങളുടെ പേരിൽ സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമോ? ഏത് വിനകൾ വന്നാലും, ആപത്തുകൾ വന്നാലും, ഏത് അപകടങ്ങൾ വന്നാലും, ഏത് ദുരിതങ്ങൾ വന്നാലും, ഏതെല്ലാം തരത്തിലുള്ളതായ യാതനകൾ നിങ്ങൾ നേരിടേണ്ടി വന്നാലും, അപ്പോഴെല്ലാം ദൈവത്തെ ത്യജിച്ച് പറയാതെ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും നിൽക്കുമെന്നുള്ള ഒരു ധീരമായ നിലപാടെടുക്കാൻ നിങ്ങൾ കഴിയുമോ? എങ്കിൽ ദൈവം വിജയിക്കും, സാത്താൻ തോൽക്കും. നിങ്ങൾ ഒരിക്കലും ദൈവത്തെ തോൽപ്പിക്കരുത്, ഒരിക്കലും സാത്താനെ ജയിപ്പിക്കരുത്. നമ്മെ പ്രതി ദൈവം തോൽക്കാനിടയാകരുത്. നമ്മെ അനുഗ്രഹിപ്പാൻ കരന്നിട്ടും ദൈവത്തിൻ്റെ കൈകൾ സങ്കടത്തോടെ പിൻവലിക്കാൻ ഇടവരരുത്. നമുക്ക് ചുറ്റും ഇത്രയും കാലം വേലി കെട്ടി കാത്തുകൊണ്ടിരുന്നതായ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ കരങ്ങൾ നമ്മിൽ നിന്ന് മാറാൻ സമ്മതിക്കരുത്. കർത്താവ് കൃപയുടെ ഒരു ചുവര് നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുകയാണ്. ഒരു തീമതിൽ കെട്ടി നമ്മെ സംരക്ഷിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു വേലിക്കെട്ടിനുള്ളിൽ നമ്മെ സംരക്ഷിക്കുകയാണ്. ആ വേലിക്കെട്ട് പൊളിഞ്ഞ് സാത്താൻ നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം നോക്കുക, സഹായത്തിൻ്റെ പർവ്വതത്തിലേക്ക് നോക്കുക, കരുണയുള്ള കർത്താവെങ്കിലേക്ക് നോക്കുക, ക്രിസ്തുവെങ്കിലേക്ക് നോക്കുക. സ്പാഫോർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സ്പാഫോർഡ് ദുരിതങ്ങളേറ്റപ്പോൾ, യാതനകളേറ്റ് വലഞ്ഞപ്പോൾ, നഷ്ടപ്പെട്ടപ്പോൾ, ഏകമകൻ നഷ്ടപ്പെട്ടു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴെല്ലാം പതറാതെ കർത്താവെങ്കിലേക്ക് നോക്കി. മകൻ മരിച്ചു, 4 പെൺമക്കൾ മരിച്ചു, ഭാര്യ മാത്രം ശേഷിച്ചു, സമ്പത്തെല്ലാം പോയി. പക്ഷേ സ്പാഫോർഡ് തകർന്നില്ല, തളർന്നില്ല. സ്പാഫോർഡ് കർത്താവെങ്കിലേക്ക് നോക്കി. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്യുന്നുവെന്ന് പാടുവാൻ സ്പാഫോർഡിന് കഴിഞ്ഞു. എല്ലാം നന്മയ്ക്കായി എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്, പാടാൻ പ്രയാസമാണ്, അത് ഹൃദയത്തിൽ നിന്ന് വരുവാൻ പ്രയാസമാണ്, എനിക്കറിയാം. പക്ഷേ അതാണ് ഒരു വിശ്വാസിയുടെ യോഗ്യത എന്ന് പറയുന്നത്. ഏത് യാതന വരുമ്പോഴും തകരാതെ, തളരാതെ, വാടാതെ, മ്ലാനരാകാതെ കർത്താവെങ്കിലേക്ക് നോക്കി മുഖം പ്രശോഭിക്കാനൊക്കെ കഴിയുക എന്നുള്ളത് അത് ഭാഗ്യകരമായൊരു അനുഭവമാണ്. ഇയ്യോബിനെ സാത്താൻ ബാധിച്ചു. തുടരെ ആപത്തുകൾ വരികയാണ്, കൈപ്പേറിയ അനുഭവങ്ങൾ. എന്തെല്ലാമാണ് വന്നത്? നമുക്ക് വായിക്കാം. 13-ാം വാക്യം മുതൽ വായിക്കാം. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നുവെന്ന് പറഞ്ഞു. കാളകളും പെൺകഴുതകളും
എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോകുന്നു. വേലക്കാരെ വാളിൻ്റെ വയറ്റിലാൽ വെട്ടിക്കൊന്നു. വലിയ കഷ്ടനഷ്ടങ്ങൾ വന്നു. വീണ്ടും നമുക്ക് വായിക്കാം 16-ാം വാക്യം മുതൽ. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നുവെന്ന് പറഞ്ഞു. കൊടിയ തീ വന്നു, ആകാശത്ത് നിന്ന് തീ വന്നിറങ്ങി. അങ്ങനെ വലിയൊരു അത്യാഹിതമുണ്ടായി, വലിയൊരു അത്യാപത്തുണ്ടായി. അത് മറ്റ് മനുഷ്യരാരും ഉപദ്രവിച്ചതല്ല, ഒരു തീ വന്ന് വീഴുകയാണ്. അത് വീണ് ആടുകളും വേലക്കാരും എല്ലാം അതിന് ഇരയായിപ്പോയി. എല്ലാം നഷ്ടപ്പെട്ടു. വലിയൊരു തീയുടെ ആക്രമണം. ഒരുപക്ഷേ കാട്ടുതീയായിരിക്കാം, ആർക്കറിയാം. ഏതു തരത്തിലാണ് ആ തീ വന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം പോലും അറിയാതെ കഠിനമായൊരു തീ, ഭയങ്കരമായ ഒരു അഗ്നിബാധ വരികയാണ്. എല്ലാം കത്തി നശിച്ചു. മൂന്നാമത്തേത്, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. കൽദയർ അടുത്ത ദേശത്തുള്ളവർ 3 കൂട്ടമായി വന്നു, ഒട്ടകങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി, വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. തുടരെ അനർത്ഥങ്ങൾ, തുടരെ നഷ്ടങ്ങൾ, തുടരെ വൻകെടുതികൾ. ഇയ്യോബ് ഇതെല്ലാം കേട്ട് വലഞ്ഞുപോയി. അപ്പോഴാണ് വീണ്ടും ഒരു വാർത്ത കേൾക്കുന്നത്. ഇയ്യോബിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന ഭവനത്തിൻ്റെ 4 മൂലയ്ക്കിലും ഒരു ചുഴലിക്കാറ്റ് വന്നടിച്ചു. കൊടുങ്കാറ്റ്, ഭയങ്കരമായൊരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ കെട്ടിടം തകർന്നു. ആ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 10 പേരും മക്കൾ, 10 പേരും 7 ആൺമക്കളും 3 പെൺമക്കളും ഒരുപോലെ ഒരു സമയത്ത് എല്ലാവരും ഒന്നടങ്കം മരിച്ചുപോയി. എല്ലാം ഒന്നടങ്കം. ഒരു കൂട്ടമരണം, ഭയങ്കരമായ അത്യാഹിതം. ഒരപ്പന് കേൾക്കാൻ സാധിക്കുന്നതല്ല, ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതല്ല, കേട്ടാൽ പൊറുക്കാൻ സാധിക്കുന്നതല്ല, സഹിപ്പാൻ സാധിക്കുന്നതല്ല. ഇയ്യോബ് ഇതെല്ലാം കേട്ടു. അപ്പോൾ ഇയ്യോബ് ദൈവത്തെ തേച്ച് പറയുമെന്നാണ് പിശാചിൻ്റെ വിചാരം. മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, ഓർ മരിച്ചുപോയി എന്നുള്ള കാര്യങ്ങളും എല്ലാം കേട്ടു. ഇയ്യോബ് അതെല്ലാം കേട്ടപ്പോൾ ഇയ്യോബ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. ഇയ്യോബ് വീണ് ദൈവത്തെ സാഷ്ടാംഗം പ്രണമിച്ച് ഇയ്യോബ് നമസ്കരിച്ചു. എന്നിട്ട് ഇയ്യോബ് പറയുകയാണ്, അതാണ് 20-ാം വാക്യം മുതൽ. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു, വസ്ത്രം കീറി, തല ചിരച്ചു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറഞ്ഞു, ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ ഞാൻ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് തന്നെ സമർപ്പിക്കുകയാണ്. ഇയ്യോബ് ദൈവത്തെ കുറ്റം പറഞ്ഞില്ല, ദൈവം എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞില്ല. ഇയ്യോബ് വിനയപൂർവ്വം അത് ഏറ്റെടുത്തു. വിനയപൂർവ്വം ഇയ്യോബ് ആ കയ്പ് തന്നെത്താൻ കുടിക്കാൻ തയ്യാറായി. ദൈവത്തിന് കുറ്റം ആരോപിച്ചില്ല, ദൈവത്തോട് വിരോധം ഭാവിച്ചില്ല, ദൈവത്തോട് പരിഭവിച്ചില്ല. ഇയ്യോബ് തന്നെ എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ അപ്പോഴും വീണ് ആ പാദത്തിങ്കിൽ വീണ് കിടന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിരന്തരമായ തുടർച്ചയായി കടന്നു വന്ന അത്യാഹിതങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, വിയോഗങ്ങൾ, വേദനാജനകമായ കാര്യങ്ങൾ. എന്താണ്? ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, കഠിനമായ ആപത്തുകളുടെ കയ്പ്. ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ആപത്തുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ദുരിതങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങാനാവാത്ത വിപത്തുകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങൾ മൂലം നിങ്ങൾക്ക് ദൈവത്തോട് പരിഭവം വന്നിട്ടുണ്ടോ? എങ്കിലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ അടിക്കടി ദുരിതങ്ങൾ വരുന്നു. ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അനർത്ഥങ്ങളുടെ കയ്പ്. അനർത്ഥങ്ങളുടെ കയ്പ് കുടിച്ച് വലഞ്ഞവർ ആരെല്ലാം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്?
നിങ്ങളൊരു സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ ക്രൂസിലേക്ക് നോക്കുക. കയ്പ് കുടിച്ച് വലഞ്ഞു കിടന്ന് കരഞ്ഞ ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുരിശിന്മേൽ കിടന്ന് പെടഞ്ഞ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കാണുക. ദാഹിക്കുന്നെന്ന് പറഞ്ഞ് കരഞ്ഞ യേശുവിനെ പടയാളികൾ കയ്പ് കാടി കുടിക്കാൻ കൊടുത്തു, കയ്പ് കുടിക്കാൻ കൊടുത്തു. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു വേദനയുടെ പ്രതീകമായി കുരിശിന്മേൽ കിടന്നു. യേശു വേദന സഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കിടന്ന് കരഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതാ എന്ന് ഇവരറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ മുഖത്ത് തുപ്പുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ കന്നത്ത് അടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ മുഖത്ത് നിന്ന് രോമങ്ങൾ പിഴുതെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ ശിരസിൽ മുൾമുടി വെച്ച് കോലുകൊണ്ട് അടിച്ച് തലയിൽ മുറിവുകൾ ഉണ്ടാക്കിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചോര ചാലുചാലായി ഒഴുകുകയായിരുന്നു. കർത്താവ് തിരക്തത്തിൽ ഇങ്ങനെ വേദനിച്ച് പൊളഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. നോക്കൂ, തിരുവചനം പറയുന്നു 34-ാം സങ്കീർത്തനത്തിൽ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് നിങ്ങൾ അനേകം പേര് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. കുടുംബത്തിലെ ക്ലേശങ്ങൾ, ചില പ്രതിസന്ധികൾ, കടത്തിൻ്റെ ഭാരങ്ങൾ, കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന അനുഭവങ്ങൾ, അഭിമാനം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, ദുരിതം പിടിച്ച ജീവിതം, രോഗാതുരമായ ജീവിതം, രോഗഗ്രസ്തമായ ശരീരം. ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പലരെയും സമീപിച്ചു. ഹോസ്പിറ്റലുകളിൽ മാറി മാറിപ്പോയി. പല ഡോക്ടർമാരെയും കണ്ടു. ഒട്ടേറെ പണം ചെലവ് ചെയ്തു. ആശയറ്റവരായി ഇന്ന് തളർന്ന് വ്യവസ്ഥതയോടിരിക്കുന്നവരുണ്ടായിരിക്കാം. സ്നേഹിതരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ആ ദുരിതങ്ങളുടെയും അനർത്ഥങ്ങളുടെയും കൊടുങ്കാറ്റ്, ദുരിതങ്ങളുടെയും അനർത്ഥങ്ങളുടെയും കയ്പ് നിങ്ങൾ കുടിച്ച് വലയുന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് നോക്കൂ. കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയ കർത്താവായ യേശുവിനെ നിങ്ങൾ കാണൂ. യേശു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് മന്ദം മന്ദം വന്നിരിക്കുന്നു. എന്തിന്? നിങ്ങളെ തൊടുവാൻ, നിങ്ങളെ അനുഗ്രഹിപ്പാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, തൻ്റെ തിരുരക്തം കൊണ്ട് നിങ്ങളെ കഴുകാൻ, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകിത്തരുവാൻ, എല്ലാം കഴുകി വെണ്മയാക്കി തരുവാൻ, നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ, നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കുവാൻ, നിങ്ങൾക്ക് മാപ്പ് തരുവാൻ, നിങ്ങൾക്ക് പുതിയ ജീവിതം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളെല്ലാം മാറ്റി സന്തോഷത്തിൻ്റെ നല്ല കാലങ്ങൾ തരുവാൻ, ഒരു ശുഭകരമായ ഭാവി തരുവാൻ യേശു ഇതാ വന്നിരിക്കുന്നു. യേശു നിങ്ങളുടെ അരികത്തും നിൽക്കുന്നു. യേശുവിന് തൃക്കരം നിങ്ങളുടെ നേരെ നീട്ടുന്നു. ആണിപ്പാടുള്ള കരം നീട്ടി അവൻ നിങ്ങളെ അനുഗ്രഹിപ്പാനായി തൻ്റെ കരം നീട്ടി നിങ്ങളുടെ നേരെ അവൻ വാത്സല്യമായി ഇപ്പോൾ അവിടെ നോക്കുന്നു. അവൻ നിങ്ങളെ തൊടട്ടെ, അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ പാപങ്ങൾ കഴുകട്ടെ, നിങ്ങളുടെ അശുദ്ധി മാറ്റട്ടെ, ഈ ലോക സ്നേഹം മാറ്റട്ടെ, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം നിങ്ങളെ തഴുകട്ടെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കട്ടെ, നിങ്ങളുടെ കയ്പ് മാറ്റട്ടെ. കയ്പിൻ്റേതായ ദുരിതപൂരിതമായ ജീവിതാനുഭവങ്ങളിലൂടെ വലഞ്ഞ് ഉലഞ്ഞ് ഉഴന്ന് വിഷമിക്കുന്നവർ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ യേശുവിലേക്ക് നോക്കട്ടെ, യേശുവിനെ കാണട്ടെ. യേശു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, കയ്പ് മാറ്റട്ടെ, കയ്പ് മധുരമാക്കി തീർക്കട്ടെ, സമാധാനം നിങ്ങളുടെ മേൽ പകരട്ടെ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ജീവനുള്ള ദൈവമേ, ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെയും മേൽ തൃക്കരം വയ്ക്കണമേ, ആശ്വസിപ്പിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാരത്തിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ, എല്ലാവരെയും ശാന്തിയോട് നിറയ്ക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.